എപ്പിസോഡില് അത്യാവശ്യം ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രേക്ഷകർക്ക്. നിങ്ങളിപ്പം ഇവിടെ വന്നിട്ട് ഏത് വണ്ടി സെലക്ട് ചെയ്താലും പുതിയ ഇനാഗ്രേഷൻ ഓഫർ പെരുന്നാളൊക്കെ അല്ലേ എല്ലാവരും അടിച്ചു വിളിക്കട്ടെ. ഇതൊക്കെ ഏകദേശം ഒരു 10 രൂപ 12 രൂപ റേഞ്ചിലൊക്കെ സ്കൂട്ടർ ഇറക്കാം. പുതിയ മോഡല് പുത്തൻ വണ്ടി 14,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ക്ലീൻ പീസ് വണ്ടി. ക്ലീൻ പീസ് 5,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ഒറ്റ പീസേ കേരളത്തിലുള്ള ഈ കളറിൽ ഒറ്റ പീസാണ് നമ്മുടെ എടുത്തിരിക്കുന്നത്. ഒറ്റ പീസാണ് ഇവിടെ ഇരിക്കുന്നത്. ടയർ ഒക്കെ ഉണ്ടോ? പൊളി സാധനം ഉണ്ടോ? പുതുപുത്തൻ ടയറാണ്. സാധനം പോലും പോയിട്ടില്ല. ജെൻ 3 ആകെ 7,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നിങ്ങൾ എവിടെ വേണേ റേറ്റ് പോയി തരയ്ക്കും. ഈ ഒരു ബഡ്ജറ്റ് ആരും തരാൻ പോകുന്നില്ല. 2022 എല്ലാവരും വിൽക്കുന്ന വിലയ്ക്ക് നമുക്ക് 23 കൊടുക്കാം. ലോ കിലോമീറ്ററും വണ്ടിയുടെ ക്വാളിറ്റി ഒരു സ്ക്രാച്ചോ ബോറിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വില കുറച്ച് കൊടുക്കാം. 8 രൂപ. 1,00,000 താഴെ ഡോമിനോർ ഇരിക്കുന്നുണ്ടല്ലേ? 2,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇത്രയും വിലക്ക് എവിടെയെങ്കിലും കിട്ടുമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ഫ്രഷ് വണ്ടി. മൈലേജ് കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മൈലേജ് വണ്ടി 2024 സീറ്റൊക്കെ നമുക്കൊരു പൾസറൊക്കെ നമുക്കൊരു 56 രൂപയ്ക്ക് കൊടുക്കും. ഇതെന്ന് വരെയുള്ള ഓഫറാണ്. നിങ്ങളുടെ വീഡിയോ എപ്പം കണ്ടുവന്നാലും നമ്മ വീഡിയോ എപ്പോ കണ്ടാലും ഏത് വീഡിയോ എപ്പോ കണ്ടാലും പഴയ വീഡിയോയും പുതിയ വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ ചാനലിന്റെ പേര് പറയണോട്ടാ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. ഞാനിപ്പോൾ ഉള്ളത് ലെക്സ് മോട്ടോറാഡ് 02 എന്ന പ്രീമിയം യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ്. ഇവർക്ക് 2 ഷോറൂം ഉണ്ട്. ലെക്സ് മോട്ടോറാഡിന്റെ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു സെക്കൻഡ് എപ്പിസോഡായിട്ട് ചെയ്യുന്നു. ഇവിടെ അത്യാവശ്യം കളക്ഷൻസ് ഉള്ള വണ്ടികളൊക്കെ ഉണ്ട്. കൂടുതലും പ്രീമിയം വണ്ടികളുണ്ട്, മിഡ് പ്രീമിയം ഉണ്ട്. ഫ്രണ്ടിൽ തന്നെ കുറച്ച് സ്കൂട്ടേഴ്സ് ഇരിക്കുന്നുണ്ട്, ഒരു MT ഇരിക്കുന്നുണ്ട്, ഒരു ഡൊമിനോർ ഇരിക്കുന്നുണ്ട്. അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളൊന്നും കേൾക്കാത്ത കാണാത്ത ഒരുപാട് പ്രീമിയം വണ്ടികളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയിട്ട് ഓരോ വണ്ടിയായിട്ട് പരിചയപ്പെടാം. ഞാനുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലാണ്. ആലുവ മുട്ടം മെട്രോ സ്റ്റേഷന് തൊട്ടടുത്താണ്. മെട്രോ പില്ലർ നമ്പർ 172 ഓപ്പോസിറ്റാണ് ഷോറൂം വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടിയായിട്ട് പരിചയപ്പെടാം. വാ. അപ്പോൾ ഗൈസ്, അച്ചു ബ്രോ ഹായ്. വാ, കഴിയുന്നില്ല. വീണ്ടും പേസിൽ വീഡിയോസിൽ പിന്നെ ഞാൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് ചെയ്തപ്പോൾ സെക്കൻഡ് എപ്പിസോഡ് ചെയ്യുന്നു പറഞ്ഞായിരുന്നു. നമ്മുടെ ലൊക്കേഷൻ കാര്യമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാണ്ട? ലൊക്കേഷൻ മെട്രോ സ്റ്റേഷന് തൊട്ടടുത്ത്. മെട്രോ നമ്പർ 172 മുന്നില്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു സെക്കൻഡ് എപ്പിസോഡിൽ അത്യാവശ്യം ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രേക്ഷകർക്ക്. നിങ്ങളിപ്പം ഇവിടെ വന്നിട്ട് ഏത് വണ്ടി സെലക്ട് ചെയ്താലും നമ്മുടെ ഫസ്റ്റ് ഷോറൂം പോലല്ല, അവിടെ എല്ലാ വണ്ടിയും ഫിക്സഡ് ആയിട്ടെന്നാണ് പറയുന്നത്. ഇവിടുന്ന് ഏത് വണ്ടി എടുത്താലും നിങ്ങളുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് 3,000 രൂപ ഫ്ലാറ്റ് ആയിട്ട് ഡിസ്കൗണ്ട് കൊടുക്കും. പുതിയ ഇനാഗ്രേഷൻ ഓഫർ പെരുന്നാളൊക്കെ അല്ലേ എല്ലാവരും അടിച്ചു വിളിക്കട്ടെ. അപ്പൊ നമുക്ക് ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നു? നമ്മൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ 10,000 സ്ക്വയർ ഫീറ്റ് എടുത്തേക്ക്. എത്ര ഫ്ലോർ ആണ്? 5 ഫ്ലോർ. 5 ഫ്ലോർ ഉണ്ട്. ഓക്കെ, ഇതിപ്പോ നമ്മ ഗ്രൗണ്ട്. ഇത് ഗ്രൗണ്ട്. ഇതിന്റെ അടിയിൽ ഒരു 2 എണ്ണം ഉണ്ട്, ഇതിന്റെ മുകളിൽ ഒരു 2 എണ്ണം ഉണ്ട്. മുകളിൽ 2 എണ്ണം ഉണ്ട്. ഇത് ഗ്രൗണ്ട്. ഇതിന്റെ താഴത്ത് സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അതിന്റെ താഴത്ത് ഏറ്റവും -1 അല്ലേ? -1ലും സ്റ്റോക്ക് നമുക്ക് വെക്കാൻ പറ്റും. എടുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. സ്റ്റോക്ക് നമ്മളിപ്പോ തുടങ്ങിയതല്ലേ ഉള്ളൂ. സ്റ്റോക്കുകൾ എടുത്തോണ്ടിരിക്കും. മേളില് നമുക്ക് കസ്റ്റമർ ലോഞ്ച് വരുന്നുണ്ട്. കസ്റ്റമർ ലോഞ്ച് ഓഫീസ് വരുന്നുണ്ട്. മുകളിൽ ഒരു എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും അപ്പൊ അതിവിശാലമായ ഷോറൂം എന്ന് പറയാൻ പറ്റും. അപ്പൊ നടന്നൊന്നും ബുദ്ധിമുട്ടുണ്ട്. ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉള്ള പോലെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് വണ്ടി പരിചയപ്പെടാം. നമുക്ക് ആദ്യം കുറച്ച് വണ്ടികൾ പുറത്തില്ലേ, അത് പരിചയപ്പെട്ട അകത്തേക്ക് വരാം. ആദ്യം ഇതിലേക്ക് പോകണം. ഡൊമിനോറിലേക്ക് പോയാലോ? ഡൊമിനോർ ഇപ്പൊ കച്ചവടമായി. മുകളിൽ കസ്റ്റമർ കച്ചവടമായി ചെയ്തോണ്ടിരിക്കുവാണ്. 2022 മോഡലായിരുന്നു. എത്ര റേറ്റ്? 1,72,000 രൂപയ്ക്ക് കൊടുത്തു. വേറെ ഡൊമിനോർ നമ്മുടെ തിരിക്കണ്ട? ഉണ്ടോ? ഓക്കെ. MT-യിലേക്ക് വരുമ്പോ ഏതാ മോഡൽ? 2022 വണ്ടി 1,55,000 രൂപ. 1,55,000. എൻടോർക്ക് 2023 റേറ്റ് വരുന്നത്. ഇത് 80,000 രൂപ. 82,000 രൂപ. ഇത് അപ്രില 21 മോഡലാണ്. അവിടെ റേറ്റ് വരുന്നത് ഒരു 65 രൂപ. 65 രൂപ കൊടുക്കാം. ഇതൊക്കെ ഡൗൺ പേയ്മെന്റ് എത്ര വരും? ഇതൊക്കെ ഒരു 12,000 13,000 ഒക്കെ മതി ഏകദേശം അല്ലേ? ഇത് റേസഡാറൊക്കെ 2023 84 രൂപ. സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും. അടുത്ത് പറയുന്നില്ല. അടുത്ത് ജൂപ്പിറ്റർ 2023 70 രൂപ. 70 രൂപ. 2022 74 രൂപ. 74 രൂപ. 2023 മോഡല് 82 രൂപ. 82 രൂപ. മറ്റേ കീലെസ് എൻട്രി ഒക്കെ ഉള്ള പുതിയ ആക്ടീവ. പുതിയത് സ്മാർട്ട് ആണ്. വേണ്ട, കീ വേണ്ട ഇതിന്. കിക്കർ ഇല്ലാത്ത മോഡല്. കിക്കർ ഉണ്ടാവില്ല. കീലെസ് എൻട്രി വരുന്നത്. അപ്പോ ഇതൊക്കെ ഏകദേശം ഒരു 10 രൂപ 12 രൂപ റേഞ്ചിലൊക്കെ സ്കൂട്ടർ ഇറക്കാം. ഡോമിനോറൊക്കെ ആവുമ്പോ ഒരു 30 രൂപ വരാൻ സാധ്യത. ഡോമിനോർ ഒരു 30 രൂപ. ഫിനാൻസ് ഡീറ്റെയിൽ നമുക്കൊന്ന് പറഞ്ഞേക്കാം. ആധാർ കാർഡും പാൻ കാർഡും ATM കാർഡും മാത്രം മതി. ഒരു മിക്ക ജില്ലകളിലും അത് മതി. അതല്ലാന്നുണ്ടെങ്കിൽ 2 ID പ്രൂഫ്, പാസ്ബുക്കിന്റെ കോപ്പിയും ഒരു ഫോട്ടോ. ബാക്കിയുള്ള ഇത്ര ഡീറ്റെയിൽസ് വേണ്ടത്.
അപ്പൊ നമുക്ക് വണ്ടി എത്ര നേരത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റും? 20 മിനിറ്റ് നമുക്ക് 20 മിനിറ്റിനുള്ളിൽ ഡെലിവറി ചെയ്യാൻ പറ്റും. ഓക്കെ. ഏകദേശം 1,40,000 രൂപ വരെയുള്ള ലോണാണ് നമുക്ക് 20 മിനിറ്റിനുള്ളിൽ കൊടുക്കാൻ പറ്റും. സ്പോട്ടായിട്ട് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് വലിയ എമൗണ്ട് ഒരു 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ താമസം വരും. ഒരു ദിവസം. ഓക്കെ. അപ്പോ അകത്തേക്ക് പോകുമ്പോ നമുക്ക് ഷോറൂം കൂടി എത്ര ആളെ ചോദിക്കാൻ പറഞ്ഞു ഞാൻ. 1 വീക്ക് ആയതേ ഉള്ളൂ. 1 വീക്ക് ആയിട്ടുള്ളൂ കേട്ടോ. സെറ്റപ്പ് ആയിട്ട് കുറച്ച് എംപ്ലോക്ക് വെച്ചിട്ടുണ്ടല്ലോ. ഈ വണ്ടികളെല്ലാം നമ്മ കൊടുക്കുന്നാണ് പറയുന്നത്. വണ്ടികളെല്ലാം കൊടുക്കുന്നാണ് പറയുന്നത്. അടുത്തത് ഹിമാലയൻ പുതിയ മോഡല്. ഹിമാലയൻ പുതിയ മോഡല് പുത്തൻ വണ്ടി 14,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. നമുക്ക് 3 രൂപ താഴെ കൊടുക്കാം. 2,98,800 രൂപയ്ക്ക് കൊടുക്കാം. ടോപ്പ് എൻഡ് വണ്ടി. അതുപോലെ സുസുക്കിയുടെ സ്ട്രോം അല്ലേ? സ്ട്രോം 250 നമുക്ക് 1,90,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. ഓക്കെ. അടുത്ത GS നല്ല ക്ലീൻ വണ്ടി 2,65,000 രൂപയ്ക്ക് കൊടുക്കാം. 265. ഇതൊക്കെ എത്ര ഡൗൺ പേയ്മെന്റ് വരും? ചെറിയ എമൗണ്ട് 70,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ GS ഏത് വേണമെങ്കിൽ ഇറക്കാം. ഓക്കെ. അടുത്ത GS ഏതാ മോഡല്? റാലിയാണ് 2021 മോഡല്. 21 മോഡല്. രണ്ടെണ്ണം ഉണ്ട്. 2,90,000 2,95,000. അല്ല ഇത് വേറെ സാധനം. ഡുക്കാറ്റിയുടെ മൾട്ടി സ്ട്രാഡ ആയിരിക്കുന്നത് 2018 മോഡല്. 8,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. കേരള വണ്ടി. 2018 8,000 എന്ന് പറയുമ്പോൾ ഓടിയിട്ടില്ല. കിലോമീറ്റർ തീരെ ഓടിയിട്ടില്ല. സിംഗിൾ ഓണർഷിപ്പ്. നമ്മുടെ റേറ്റ് വരുന്നത് 12,50,000 രൂപ. നമ്മ ആദ്യം പറഞ്ഞ കാണാത്ത വണ്ടികളൊക്കെ ഒരു വണ്ടിയാണ്. ഇതിന്റെ പ്രത്യേകത എസ് ആണ് ഇരിക്കുന്നത്. 12,50,000 ഇതാണ് അന്ന് പറഞ്ഞ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. 12,50,000 രൂപ. എയറോക്സ് ഇരിക്കുന്നുണ്ട്. എയറോക്സ് ഇരിക്കുന്നുണ്ട് 155. 2021 KL7 വണ്ടി. DC പുതിയ വണ്ടിയാണല്ലോ. 0043 നല്ല നമ്പറൊക്കെയാണ്. 30,000 രൂപയ്ക്ക് കൊടുക്കാം ഫൈനൽ. 1,30,000. എത്ര ഡൗൺ പേയ്മെന്റ് വരും? ഡൗൺ പേയ്മെന്റ് 40 രൂപ. ഓക്കെ. അടുത്തൊരു RC 390 ഇരിക്കുന്നുണ്ട്. RC 390 നമ്മുടെ റേറ്റ് വരുന്നത് 3,20,000 രൂപ. 3,20,000 രൂപ. ഫ്രഷ് വണ്ടിയാണ്. അതുപോലെ ഹാർലിയുടെ ഫാറ്റ് ബോക്ക് ക്ലീൻ പീസ് വണ്ടി. 5,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. 5,000 മോഡൽ ഏതാ വരുന്നത്? 2017 മോഡല്. 2017 മോഡൽ. ഒറ്റ പീസേ കേരളത്തിലുള്ള ഈ കളറിൽ. കേരളത്തിൽ ഒറ്റ പീസ് ഉള്ളൂ. ഒറ്റ പീസാണ് നമ്മുടെ അടുത്തിരിക്കുന്നത്. ഒറ്റ പീസാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ വില നമ്മുടെ റേറ്റ് 9,90,000 രൂപ. വെറും 9,90,000 രൂപക്ക് ഈ ഹാർലി ഡേവിഡ്സൺ വണ്ടി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഫിനാൻസ് കിട്ടുമോ? ഫിനാൻസ് കിട്ടും. എല്ലാ വണ്ടിക്കും ഫിനാൻസ് കിട്ടും. അടുത്ത് G310 ഇരിക്കുന്നുണ്ട്. 310 RR ഉള്ളത്. RR നമ്മുടെ റേറ്റ് വരുന്നത് 2,90,000 രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. വണ്ടി എല്ലാം ക്ലീൻ പീസ് വണ്ടിയാണ്. കുഴപ്പമൊന്നുമില്ല. ടയർ എല്ലാം നമ്മൾ ഹോണ്ടയുടെ CB350 പുത്തൻ വണ്ടി. 291 കസ്റ്റമറിന് ഓൺ റോഡ് പ്രൈസ് ആയിരിക്കുന്ന വണ്ടിയാണ്. 10 കൊല്ലം എക്സ്റ്റൻഡഡ് വാറന്റി. അത്യാവശ്യം ആക്സസറീസ് എല്ലാം കേട്ടിട്ടുണ്ട്. നമുക്ക് ഫൈനൽ ഒരു 2,27,000 രൂപയ്ക്ക് കൊടുക്കാം. 2,27,000 വണ്ടി 2,27,000 രൂപ. ഒരു 40 രൂപ വരും. 40 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാം. അതുപോലെ V3 2022 വണ്ടി ഫൈനൽ ഒരു 1,37,000 രൂപയ്ക്ക് കൊടുക്കാം. V3 2023 നമുക്കൊരു 1,57,000 രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ. ഇതിന്റെ ടയർ ഒക്കെ ഉണ്ടോ? പൊളി സാധനം ഉണ്ടോ? പുതുപുത്തൻ ടയർ ആണ്. സാധനം പോലും പോയിട്ടില്ല. അടുത്തത് 2019 RC 200. സോറി 2019 അല്ല 2020 മോഡല്. 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റേറ്റ് ഒരു ഇത്തിരി കൂടുതലാണ്. കിലോമീറ്റർ കുറവായതുകൊണ്ട് റേറ്റ് കൂടുതൽ. 1,80,000 രൂപ. നല്ല നമ്പറാണ്. 0110 നമ്പർ ഒക്കെ ഉണ്ട്. അത് 9897 നമ്പറുകളുണ്ട്. നല്ല ഡിമാൻഡ് ഉള്ള RC 125 BS4 2019 ഹൈ ക്വാളിറ്റി വണ്ടി. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി. ഒരു സ്ക്രാച്ചോ ഒരു പോറൽ പോലും ഇല്ലാത്ത ക്ലീൻ പീസ് വണ്ടി. ഈ വണ്ടി കൊണ്ടുപോയിട്ട് ഒരു പണിയും ചെയ്യാനില്ല. ഒന്നും ചെയ്യാനില്ല. അത്രയും ഹൈ ക്വാളിറ്റി വണ്ടി. നമ്മുടെ 1,20,000 രൂപ. 1,20,000. നമുക്ക് 2016 മുതൽ ഫിനാൻസ് കിട്ടൂലേ? 2016 മുതൽ ഫിനാൻസ് കിട്ടും. 30 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. ഓക്കെ. അടുത്തത് ഈ വണ്ടി 2,15,000 രൂപ. Gen 3 ആകെ 7,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വെറും 7,000 കിലോമീറ്റർ മാത്രം ഓടിയേക്കുന്ന Duke 250 Gen 3 2,15,000 രൂപയുള്ളൂ. നിങ്ങൾ എവിടെ വേണേ റേറ്റ് പോയി തരയ്ക്കും. ഈ ഒരു ബഡ്ജറ്റ് ആരും തരാൻ പോകുന്നില്ല. പുറത്ത് കിട്ടാത്ത വിലയിൽ നമ്മൾ കൊടുക്കും. അതെ. അതുപോലെ 390 Gen 3 കിട്ടുന്ന വണ്ടിയുള്ളൂ. ഇതും നല്ല ഫ്രഷ് പീസ് വണ്ടി. ഷോറൂം കണ്ടീഷൻ വണ്ടി. എല്ലാ നിസാര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മുടെ റേറ്റ് 3,15,000 രൂപ. 3,15,000. 2022 മോഡല് 390. ആകെ 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് ലാസ്റ്റ് 2,90 കൊടുക്കാം. 2,90 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ പറഞ്ഞ വിലയെന്നൊക്കെ നമ്മുടെ ആൾക്കാർക്ക് നമ്മുടെ ഓഫർ ഉണ്ടാവില്ലേ? എന്തെങ്കിലും നമുക്ക് പറഞ്ഞത് എന്തെങ്കിലും ഓഫർ അല്ല 3,000 ഡിസ്കൗണ്ട്. അതെ. ഓക്കെ. അടുത്ത് 2,00,000
38,000 രൂപ. 2020 390. 2020 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അടുത്തത് ഇതെല്ലാം സിംഗിൾ ഓണർഷിപ്പ് ആണെന്ന് വിചാരിക്കും. 2,15,000 രൂപ 2023 ഡ്യൂക്ക് 250. 2,15,000 രൂപ നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാം. അടുത്തത് പുത്തൻ ഡ്യൂക്ക് 200 4000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നിസ്സാരം മാസത്തെ പഴക്കേ ഉള്ളൂ. റേറ്റ് 1,98,000 രൂപ. 1,98,000 രൂപ. അതാകുമ്പോ നിസാര ഡൗൺ പേയ്മെന്റ് 30-40 എക്സ്പൾസർ 3 പീസ് ഇരിക്കുന്നത് നമുക്ക് 3ഉം 23. 2023. അതെ അതെ. ഇത് റാലി അല്ലേ? സാധാ എക്സ്പൾസ് 2023 നമുക്ക് ഒരു 1,25 കൊടുക്കാം. ഈ വണ്ടി 1,25 2022 എല്ലാവരും വിൽക്കുന്ന വിലയ്ക്ക് നമുക്ക് 23 കൊടുക്കാം. അതുപോലെ ഈ വണ്ടി കിലോമീറ്റർ ഭയങ്കര കുറവാണ്. 7,000-8,000 ഓടിയിട്ടുള്ളൂ. ഈ വണ്ടി നമുക്ക് ഒരു 1,37,000 രൂപയ്ക്ക് കൊടുക്കാം. 1,37,000. റാലി എഡിഷൻ വണ്ടി നമുക്ക് 145 കൊടുക്കാം. 1,44 എന്ന് പറയുമ്പോൾ 35-40 ഒക്കെ ഏകദേശം. പിന്നെ ഒരു വണ്ടി കാണിച്ചു തരാം. MD ആകെ 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റേറ്റ് കൂടുതലാണ്. പക്ഷെ ഇത്രയും ക്വാളിറ്റി വണ്ടി എവിടെങ്കിലും കിട്ടുമെന്ന് നോക്കണം. എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ കമന്റ് ഇട്ടോ. പക്കാ ക്വാളിറ്റി വണ്ടി. റേറ്റ് കൂടുതലാണ്. 1,45. 2021 മോഡല് ആകെ 12,000 ഓടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ റേറ്റ് ഇട്ടേക്കുന്നത്. 2021 പറയുമ്പോൾ റേറ്റ് കൂടുതൽ തോന്നും. പക്ഷെ നമുക്ക് ലോ കിലോമീറ്റർ ആയതാണ് ആ റേറ്റ്. കലൂരത്തെ ഷോറൂമിൽ വരുവാണെങ്കിൽ ഈ സെയിം 21 മോഡൽ ഞാൻ 1,30 തരാം. 1,30 ക്വാളിറ്റി കലൂർ ഷോറൂം ഈ സെയിം കളർ തരാം കേട്ടോ. സെയിം കളർ 30,000 കിലോമീറ്റർ ഓടി വണ്ടി ഇരിക്കുന്നുണ്ട്. അടുത്തത് 2021 GS G3 സോറി G3 ടൺ. നമ്മുടെ റേറ്റ് വരുന്നത് 2,15,000 രൂപ. 2,15,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കിയിട്ട് പോകാം. ഇനി SD യുടെ അഡ്വഞ്ചർ ഉണ്ട്, SD യുടെ റോഡ്സ്റ്റർ ഉണ്ട്, SD യുടെ സ്ക്രാംബ്ലർ ഉണ്ട്. ഇത് 1,40,000 വരും. ഇത് 1,50,000 വരും. ഇത് 1,68,000 വരും. അഡ്വഞ്ചറിന് 1,68. ഇതൊക്കെ ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് 30,000 ഡൗൺ പേയ്മെന്റ് ഇറങ്ങാം. ഹൈനസിന്റെ ടോപ്പ് എൻഡ് വണ്ടി പ്രോ 2021 വണ്ടി 1,56,000 രൂപ. കിലോമീറ്റർ എത്ര ഉണ്ടാവും? കിലോമീറ്റർ 40 സംതിങ് ഓടിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ പേജിൽ ഉണ്ടാവില്ല. എല്ലാം നമ്മുടെ പേജിനകത്ത് 2021 ഒരു ഹൈനസ് കൂടെ ഉണ്ട്. 1,64,000 രൂപ. ഇത് 2022 മോഡലാ. ഇത് 1,66,000 രൂപ. 1,66. ഡീലക്സ് പ്രോ ആണ് ഇതിരിക്കുന്നത്. 1,66. സ്ക്രാം ഇരിക്കുന്നുണ്ട്. നിസാര കിലോമീറ്റർ 8,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 8,000 കിലോമീറ്റർ കണ്ടീഷൻ ഉള്ള വണ്ടി 1,98,000 രൂപ. 1,98,000 രൂപ. അതുപോലെ 2023 ഹണ്ടർ ക്ലീൻ വണ്ടിയാ. 3 ഹണ്ടർ ഉണ്ട്. നമ്മുടെ റേറ്റ് വരുന്നത് 2023 വണ്ടിക്ക് 1,60,000 രൂപ. 23,160. ഇത് 1,54,000 രൂപ. 54,000 രൂപ. ഇതേതാ മോഡല്? ഇതും 23 ആണ്. ഇത് വൈറ്റ് കളർ ആയതുകൊണ്ട് കുറച്ച് ഡിമാൻഡ് ഇത് 1,63,000 കൊടുക്കാം. അതുപോലെ 2 മീറ്റിയോർ രണ്ടും സെയിം കളർ അല്ലേ? സെയിം കളർ, ഏകദേശം സെയിം കിലോമീറ്റർ ഒക്കെ ഓടിയേക്കുന്നത്. മോഡല് 2021 വണ്ടി. 2 വണ്ടി നമുക്ക് ഫൈനൽ ഒരു 1,62,000 വെച്ച് കൊടുക്കാം. 1,62,000 രൂപ അല്ലേ? അടുത്തത് ഡൊമിനോർ ഇരിക്കുന്നുണ്ട്. ഡൊമിനോർ പുത്തൻ വണ്ടി 4,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫ്രഷ് പീസ് ആണ്. വെറും 4,000 കിലോമീറ്റർ. ഫ്രഷ് വണ്ടി 6 മാസത്തെ പഴക്കമുള്ള വണ്ടി 2,28,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 24 വണ്ടി നമ്മുടെ കലൂര് 2,500 കൊടുക്കാതിരിക്കുന്നുണ്ട്. നമുക്ക് ബേസ്ഡ് ഓൺ കിലോമീറ്റർ അനുസരിച്ച് റേറ്റ് അങ്ങോട്ടും ഇത്രയും ലോ കിലോമീറ്ററും വണ്ടിയുടെ ക്വാളിറ്റി ഒരു സ്ക്രാച്ചോ ബോർലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വില കുറച്ച് കൊടുക്കാം. അപ്പൊ നിങ്ങൾ വണ്ടി വിശദമായിട്ട് കണ്ടു. അതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. 1,48,000 രൂപ. 2020 മോഡൽ. ഈ ഗ്രീൻ കളർ ആണെങ്കിലോ? ഗ്രീൻ കളർ വണ്ടി 2021 മോഡല്. 2021 മോഡല്. നല്ല ക്വാളിറ്റി വണ്ടിയാ. നമ്മുടെ റേറ്റ് 1,58,000 രൂപ. 1,58,000 രൂപ കൊടുക്കാൻ പറ്റും. അപ്പാച്ചെ പറഞ്ഞ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ ഇവിടെ. ഇത് പുതിയ വണ്ടിയല്ലേ? പുതിയ വണ്ടി 2023 2024 2,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഷോറൂമിൽ എടുക്കാം. അതെ 2,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് 2,80,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 2,80,000 രൂപയ്ക്ക് 2,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇത്രയും വിലക്ക് എവിടെയെങ്കിലും കിട്ടുമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടോ. ഫ്രഷ് വണ്ടി. ഈ ഒരു ക്വാളിറ്റി കിട്ടുമോ നിങ്ങൾ പ്രത്യേകം നോക്കണം. നമുക്ക് ഈ ക്വാളിറ്റി ഉള്ള വണ്ടികളാകുമ്പോൾ മിക്കതും കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ലോക്കൽ രജിസ്ട്രേഷൻ വണ്ടി. KL07DA 2023 മോഡല്. 1,57,000 രൂപയ്ക്ക് കൊടുക്കാം. 1,57,000. അപ്പൊ നമുക്കൊരു 35-40 ഡൗൺ പേയ്മെന്റ്. V4 ഒരെണ്ണം കൂടെ. V4 1,66,000 രൂപ. 1,66,000 രൂപ. 90,000 കിലോമീറ്റർ. 90,000 കിലോമീറ്റർ. അടുത്ത RR 310 അല്ലേ? RR 310 2022 2,15. 2021 1,96,000 രൂപ. 1,96,000 രൂപ.
അടുത്ത ADV സീരീസ് ആയിരിക്കണ്ടല്ലോ ADV സീരീസ് 3 എണ്ണം ഉണ്ട്. 250ക്ക് നമുക്ക് നിസാര മാസം പഴക്കമുള്ള 250. ഇത് 2,63,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 2,63,000 നിസാര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഈ വണ്ടിയാണെങ്കിൽ ഈ വണ്ടി 2021 22. ഓക്കെ, ഇതൊക്കെ ഏകദേശം കിലോമീറ്റർ 10 താഴെ ആയിരിക്കും വിചാരിക്കുന്നു. അല്ലല്ല, ഇത് കിലോമീറ്റർ അത്യാവശ്യം ഓടിയിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം ഓടിയിട്ടുണ്ട്. 30 സംതിങ് ഒക്കെ ഓടിയിട്ടുണ്ട്. 2022 വണ്ടി 4,48,000 രൂപ ഓൺ റോഡ് വില വരുന്ന വണ്ടിയാണ് ഈ വണ്ടിയല്ലേ. ഈ വണ്ടി ഇലക്ട്രോണിക്സും കാര്യങ്ങളൊക്കെ കയറ്റിയേക്കുന്ന വണ്ടിയാണ്. എക്സ്ട്രാ സാധനങ്ങളുടെ കളി എന്ന് പറയാൻ ഒരുപാട് സാധനങ്ങൾ കയറ്റിയേക്കുന്ന വണ്ടിയാണ്. വേറെല്ലാം പിന്നെ ഓൾമോസ്റ്റ് ഓക്കെയാണ്. 2,65,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 2,65,000 രൂപയ്ക്ക് കിടിലം വണ്ടി കിട്ടുന്നതാണ്. 2022 390 ആണ്. മറ്റേ എക്സ് വണ്ടിയൊന്നുമല്ല. പുറത്ത് ഈ റേറ്റിന് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. ഇതിന്റെ 265. അവിടെ നമ്മള് ആ വണ്ടികൾ പറഞ്ഞായിരുന്നു രണ്ടെണ്ണം. ഏതാ? ഇത് രണ്ട് വണ്ടി പറഞ്ഞില്ല. ഈ വണ്ടി നമുക്ക് സെയിം റേറ്റ് തന്നെ. ഇത് 2,96,000 രൂപ വരും. 2,96,000 രൂപ. BMW ഇപ്പൊ സർവീസ് 20,000-ലാണ് ഇതിന്റെ മേജർ സർവീസ് വരുന്നത്. അതിപ്പോ കഴിഞ്ഞു. അത് കഴിഞ്ഞു. പുതിയ സർവീസ് ഏകദേശം 19,000 നമ്മൾ ചെയ്തുള്ള വണ്ടിയാണല്ലേ. അപ്പൊ ഇനി വണ്ടി എടുത്ത് സർവീസ് സെന്ററിൽ കേട്ടേണ്ട ആവശ്യമൊന്നുമില്ല, വണ്ടി എടുക്കാൻ പോവാം. ഓക്കെ, ഇത് പറഞ്ഞായിരുന്നു പിന്നെ ഒരു കാര്യങ്ങളുണ്ട്. ഇത് ആകെ 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 11,000 വണ്ടിക്ക് അതിനേക്കാൾ റേറ്റ് കുറവാണ്. അതെ. ഓക്കെ ഓക്കെ, ഈ വണ്ടി നമുക്ക് ലാസ്റ്റ് ഒരു 2,88 കൊടുത്തേക്കാം. 2,88. ഇതിന്റെ അമ്മ പറഞ്ഞായിരുന്നു റേറ്റ്? ഇത് പറഞ്ഞാണ്. അപ്പൊ നമുക്ക് ഇത് കൂടാതെ താഴത്ത് ഇനി കുറച്ച് വണ്ടി ഒരു ഫ്ലോറിലൂടെ നമ്മൾ നിറച്ച് വണ്ടി വെച്ചിട്ടുണ്ട്. അവിടെ അത്യാവശ്യം മൈലേജ് വണ്ടികളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് താഴെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോ ഇതാണ് നമ്മ പറഞ്ഞ ഫസ്റ്റത്തെ സ്ഥലം. നമ്മുടെ ബേസ്മെന്റ് 1. ഇത് കഴിഞ്ഞിട്ട് ബേസ്മെന്റ് 2 ഉണ്ട്. അപ്പൊ ഇവിടെ കുറച്ചുകൂടി വണ്ടി കയറാനുള്ള സൗകര്യം ഉണ്ട് നമുക്ക്. ഇതില് കൂടുതൽ നമ്മള് നമ്മുടെ ഒരു ഫ്യൂച്ചർ കണ്ടിട്ട് താഴത്തെ ഒരു ഇതുകൂടെ സെറ്റ് ചെയ്തേക്കുന്നത്. അതില് ഏകദേശം ഒരു 150-200 വണ്ടിക്ക് മുകളിൽ കയറാനുള്ള ഒരു സ്ഥലം കൂടെ ഉണ്ട്. നമ്മൾ പർച്ചേസ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ പെട്ടെന്ന് തന്നെ കുറച്ച് റെന്റ് അധികമായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കിട്ടുന്ന വെച്ചിട്ട് തുടങ്ങിയതാണ്. നമ്മുടെ ഏകദേശം എത്ര വണ്ടി മൊത്തത്തിൽ മൊത്തത്തിൽ ഒരു 150 വണ്ടിയിൽ താഴെ ഉള്ളൂ. പക്ഷെ നമ്മുടെ മറ്റേ ഷോറൂമിൽ 150 വണ്ടിക്ക് മുകളിൽ. അത് നമുക്ക് ഇതേതാ വണ്ടി? ഫസ്റ്റ് നമുക്കൊരു ഡെസ്റ്റിനി അല്ലേ? ഡെസ്റ്റിനി 2020 മോഡല്. 2020 മോഡല്. നല്ല ക്ലീൻ വണ്ടിയാ. കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ല. ടയർ രണ്ടും എനിക്ക് കിട്ടുമ്പോൾ മോശമായിരുന്നു. ഇന്നലെ കൊണ്ടുപോയി പുതിയ 2 ടയർ ഇടിപ്പിച്ചിട്ടുണ്ട്. എത്രയും കൊടുക്കും? നമ്മുടെ റേറ്റ് വരുന്നത് 2020 മോഡല് 48 രൂപ. 48 രൂപ അല്ലേ? അത് റേസ് എഡിഷൻ എൻഡോർക്ക് ഇരിക്കുന്നുണ്ട്. എൻഡോർക്ക് ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു 80 രൂപ റേഞ്ചിൽ കൊടുക്കാം. 23 മോഡലാണ്. 23 മോഡല് ബുള്ളറ്റ് 1,89,000 രൂപ. 1,89,000. ഇത് ടയറൊക്കെ രണ്ടും പുതിയത് ഇട്ട് ഒക്കെ പുതിയത് ഇട്ട് എല്ലാം ഫ്രഷ് ആക്കി ഇറക്കുന്നു. 50 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടിയാ കേട്ടോ. ഒരു 30 രൂപ ഡൗൺ പേയ്മെന്റ്. എയറോക്സ് ഇരിക്കണ്ടല്ലോ. എയറോക്സ് 1,23,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാൻ. 2022 വണ്ടി. 1,23. 1,23,000. ഫസിനോയൊക്കെ 50 രൂപയ്ക്ക് കൊടുക്കാൻ. 2019 വണ്ടി. പൾസറൊക്കെ നമുക്കൊരു 56 രൂപയ്ക്ക് കൊടുക്കാൻ. 2020 മോഡല്. ഇങ്ങോട്ട് വരുമ്പം FC25 നല്ല ടോപ്പ് ക്വാളിറ്റി വണ്ടി 1,25 കൊടുക്കാം. 1,25. 99 രൂപയ്ക്ക് 2023 മോഡൽ FC കൊടുക്കാം. 99,000 രൂപ. അടുത്ത V3 അല്ലത്? ഇത് നമ്മുടെ SF-ന്റെ 250 ആണ്. 150 ഇതായിരിക്കും കേട്ടോ. 150 നമുക്ക് 23 മോഡൽ 1,5 കൊടുക്കാം. 250 ആണെങ്കിൽ 250 1,15. 18 ഡൊമിനാർ. നമ്മുടെ റേറ്റ് 98 രൂപ. 1,00,000 താഴെ ഡൊമിനാർ ഇരിക്കുന്നുണ്ടല്ലേ? ഡൊമിനാർ ഇരിക്കുന്നുണ്ട്. അതുപോലെ പൾസറിന്റെ N160 ആയിരിക്കുന്നത് ഏകദേശം ഒരു 3-4 പീസ് ഇരിക്കുന്നുണ്ട്. നമുക്കൊരു 10 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ N160 ഏത് വേണേലും ഇറക്കാം. വില എന്ത് വരുന്നുണ്ട് മോഡൽസിന്? 98 രൂപ. 23 വണ്ടി. ഇത് ഒരു 1,03,000 രൂപ. അടുത്ത ബുള്ളറ്റ് 2019 ബുള്ളറ്റ്. 2019 ക്ലീൻ വണ്ടിയാ. ഈ പറഞ്ഞ പോലെ ടയർ എല്ലാം പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ക്ലീൻ വണ്ടിയാ. 1,30,000 രൂപ. 21 സ്റ്റാൻഡേർഡ് നമുക്ക് ഒരു 1,35 റേഞ്ച് ആയിരുന്നു. 35 കൊടുക്കാൻ പറ്റും. അടുത്ത് മൈലേജ് കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. മൈലേജ് വണ്ടി 2024 സീറ്റ് ഒക്കെ നമുക്കൊരു 64 രൂപയ്ക്ക് കൊടുക്കാം. 2024 64 രൂപ. ഒരു 10 രൂപ ഡൗൺ പേയ്മെന്റ് മതി. 2022 നല്ല ക്ലീൻ വണ്ടിയൊക്കെ നമുക്കൊരു 52,000 രൂപയ്ക്ക് കൊടുക്കാം. 52,000 കൊടുക്കാം. 22 മോഡലാണ്. 23 മോഡൽ. ഇത് 23 നമുക്ക് ഒരു 1,00,000 രൂപയ്ക്ക് ഫൈനൽ കൊടുത്തേക്കാം. RS 2018 വണ്ടിയാ. നമുക്കൊരു 77 രൂപയ്ക്ക് കൊടുക്കാം.
HF ആണെങ്കിൽ HF ഒക്കെ ഒരു 50 രൂപ താഴെ കൊടുക്കാൻ പറ്റും. താഴെ കൊടുക്കാൻ പറ്റും. അടുത്തത് ഡെസ്റ്റിനി പുതിയ എഡിഷൻ വണ്ടിയൊക്കെ ഇരിക്കുന്നത് നമുക്ക് ഒരു 59 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. ജൂപ്പിറ്റർ ഒക്കെ നമുക്ക് 2020 മോഡൽ 55 രൂപയ്ക്ക് കൊടുക്കാം. 55 രൂപ. പിന്നെ റിവോൾട്ട് ഓല കുറച്ച് ഇലക്ട്രിക്കൽ വണ്ടികൾ വെച്ചിട്ടുണ്ട്. ഏതർ ന്യൂ എഡിഷൻ ഏതറൊക്കെ 450X 198ന്റെ വണ്ടി നമുക്ക് ഒരു 115 കൊടുക്കാം. വെറും 74,000 രൂപയ്ക്ക് കൊടുക്കാം. 74,000 രൂപയ്ക്ക് S1 Pro ആണ്. ഇതിന് ഫിനാൻസ് കിട്ടും. ഫിനാൻസ് കിട്ടും. അപ്പൊ ചില ഷോറൂമിൽ പോകുമ്പോ 50% ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ പ്ലഷർ പ്ലസ് ആണ് 2022 വണ്ടി നമുക്കൊരു 60 രൂപയ്ക്ക് കൊടുക്കാം. അതുപോലെ ആക്റ്റീവ് ഒക്കെ 2020 ഒരു 58 രൂപയ്ക്കൊക്കെ കൊടുക്കാം. അതുപോലെ കീവയുടെ 125 250 രണ്ടെണ്ണം ഉണ്ട്. അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് 125 നമുക്കൊരു 97 രൂപയ്ക്കും 250 ഒരു 90 രൂപയ്ക്കും കൊടുക്കാൻ പറ്റും. അടുത്തത് നമ്മള് റിവോൾട്ടിന്റെ വില പറഞ്ഞില്ലായിരുന്നു, എന്താ വില? റിവോൾട്ട് ഒക്കെ നമുക്കൊരു 70 രൂപയ്ക്ക് കൊടുത്തേക്കാം. 70ഉം 82ഉം വരും. റിവോൾട്ട് ഒക്കെ നമുക്ക് അവിടുത്തെ ഷോറൂമിൽ ഇഷ്ടം പോലെ ഉണ്ട്. ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ 8 വണ്ടിയോളം റിവോൾട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അടുത്തത് സിറ്റി ഏതാ മോഡല്? സിറ്റി ഒക്കെ നമുക്കൊരു 2023 വണ്ടി ഒരു 60 രൂപയ്ക്ക് കൊടുക്കാം. അതുപോലെ FC25 79 രൂപയ്ക്ക് കൊടുക്കാം. ക്വാളിറ്റി വണ്ടി. ഏതാ മോഡല്? 2018 വണ്ടി. അതുപോലെ 2023 പൾസറിന്റെ P150 84 രൂപയ്ക്ക് കൊടുക്കാം. 84,000 കൊടുക്കാൻ പറ്റും. 2023 250 ജിക്സർ 1,45,000 രൂപ. അടുത്ത FC ഏതാ മോഡൽ? FC 2021 വണ്ടി 1,22,000 രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കും. ഇതിന്റെ റേറ്റ് പറഞ്ഞല്ലേ? C250. ഇത് ഒരു 1.5 കൊടുക്കാൻ പറ്റും. അടുത്ത എക്സൽ 100 ഇരിക്കണ്ടല്ലോ. എക്സൽ ഇപ്പൊ അഡ്വാൻസ് ആയി. എന്തോരൊക്കെ കൊടുത്തത്? 37 രൂപ. ഒരു 37,000. ഏതാ മോഡലായിരുന്നു? 2023 വണ്ടി. 37,000 നല്ല ഡീലായിരുന്നു. 37,000 രൂപയ്ക്ക് അഡ്വാൻസ് ആയി. അടുത്ത 2 റേസഡാർ 24 മോഡൽ നമുക്കൊരു 83 രൂപയ്ക്കും. 24 ബ്ലൂ അല്ലേ? 23 മോഡൽ 23 ആണ്. അതുപോലെ 22 മോഡല് നമുക്കൊരു 77 രൂപയ്ക്കും 77 കൊടുക്കാൻ പറ്റും. ഇനിയിപ്പോ ഈ വണ്ടികളല്ലാതെ വേറെ വണ്ടികളൊക്കെ നമുക്ക് വരാനുണ്ടോ? വണ്ടികൾ നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുക. കൂടുതലും നമ്മുടെ വാഷിംഗ് സെന്റർ കലൂരാണ് ഉള്ളത്. അവിടെ ഒരു 3-4 ദിവസമായിട്ട് വാഷിംഗ് സെന്റർ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വണ്ടികളെല്ലാം കെട്ടിക്കിടക്കുകയാണ്. അപ്പം ഉടനെ തന്നെ ബാക്കിയുള്ള അപ്ഡേഷൻസ് ഉണ്ടാവും. അവിടുന്ന് തരുന്നതിനനുസരിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സ്ഥലമുണ്ട് വണ്ടികളെല്ലാം കുറച്ചുകൂടെ നമ്മൾ വണ്ടി ഇറക്കിക്കൊണ്ടുവരുന്ന സ്ഥലം. അതെ അതെ. ഇത് നമ്മൾ പറയായിരുന്ന ഏറ്റവും താഴത്തെ ഫ്ലോറാണ്. ഇവിടെ ഇപ്പൊ പറയുകയാണെങ്കിൽ വണ്ടികളൊന്നും ഇപ്പൊ ഇരിക്കുന്നില്ല. ഇവിടെ ഒന്നും ഇല്ല. നമ്മൾ പർച്ചേസ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുക. അതികൂടാരമായ ഇരുട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ലൈറ്റ് ഇട്ടു. ഓക്കെ. ഇപ്പൊ നമ്മളിവിടെ വണ്ടിയുടെ ചെറിയ ചെറിയ വർക്കുകളൊക്കെയാണ് വർക്കൊക്കെ ഇവിടെ ഈ ഒരു സ്പേസും കൂടി നമുക്ക് ഇഷ്ടം പോലെ വണ്ടി വെക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞല്ലേ ഒരു 150 തൊട്ട് 200 വണ്ടിക്കോളം നമുക്ക് സ്റ്റോക്ക് ചെയ്യാനുള്ള സ്പേസ്. വമ്പൻ സ്പേസ് ആണ്. വമ്പൻ സ്പേസ് എടുത്തിട്ട് ഭാവിയിലേക്ക് കണക്കൂട്ടി എല്ലാം സെറ്റ് ആക്കി ഇങ്ങനെ വിശാലമായിട്ട് ഇട്ടേക്കാണ്. അവിടെ മറ്റേ ഷോറൂമിൽ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺജസ്റ്റഡ് ആയിട്ട് ചിലപ്പോൾ നടക്കാനൊന്നും പറ്റാറില്ല. അതെ അതെ. അവിടെ അത്രയും വണ്ടി സ്റ്റോക്ക്. അപ്പൊ അവിടുത്തെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓടിച്ചിട്ട് എടുക്കണം. ഇന്ന് നമ്മൾ ഓരോ വണ്ടിയുടെ കൃത്യമായിട്ട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഇവിടെ പിന്നെ കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ സ്റ്റാഫിനുള്ള റൂംസും കാര്യങ്ങളൊക്കെ എല്ലാം തിരിച്ചിട്ടുണ്ട്. സ്പേസ് ഇവിടെ എല്ലാം അത്യാവശ്യത്തിനുണ്ട്. കലൂരത്തെ കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും തിരക്കുമാണ്. ഒരുപാട് വണ്ടികൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുവാണ്. കൺജസ്റ്റഡ് ആയിട്ടിരിക്കും. അവിടുന്ന് എന്താ വണ്ടികൾ എടുത്ത ഇങ്ങോട്ട് വെച്ചുകൂടെ എന്ന് എല്ലാവരും ചോദിക്കും. പക്ഷേ അതിലെ കാര്യം എന്ന് വെച്ചാൽ അവിടെ അത്രയും കച്ചവടം നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവിടുന്ന് അത്രയും വണ്ടികൾ എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മൾ പുതിയ വണ്ടികളായി ഇങ്ങോട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടത്തേക്ക് വേണ്ടി നമ്മൾ ഇനി പർച്ചേസ് തുടങ്ങാൻ പോകണം. മൊത്തത്തില് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വാഷിംഗ് സെന്ററിന്റെ ഒരു പ്രശ്നം കാരണമാണ് ഒരു 10-30 വണ്ടിയോളം അവിടെ ഇരിക്കുവാണ്. ഓക്കെ. വാഷിംഗ് സെന്റർ തുടങ്ങാൻ പറ്റി നമ്മൾ തുടങ്ങിയാലേ സ്പേസ് ഉണ്ട്. അപ്പൊ വേറെന്താ പറയാനുള്ളത്? വേറെ അന്നേരം എല്ലാരും ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടു പറഞ്ഞ പേരെയൊക്കെ നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എല്ലാ വണ്ടിക്കും ഒരു 3000 രൂപ ചെയ്ത് കൊടുക്കാം. 3000 ഡിസ്കൗണ്ട് കൊണ്ടുവരുന്ന എല്ലാവർക്കും ഒരു 3000 രൂപ. ഇത് എന്ന് വരെയുള്ള ഓഫറാണ്. നിങ്ങളുടെ വീഡിയോ എപ്പം കണ്ടു വന്നാലും നമ്മ വീഡിയോ എപ്പോ കണ്ടാലും ഏത് വീഡിയോ എപ്പോ കണ്ടാലും പഴയ വീഡിയോയും പുതിയ വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ ചാനലിന്റെ പേര് പറയണോട്ടാ. നമ്മുടെ പേര് പറഞ്ഞാൽ കേട്ടോളൂ. അല്ലാതെ ഇന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരും വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ ഒന്ന് വിചാരിക്കും. അപ്പൊ നമ്മുടെ വീഡിയോ യൂട്യൂബിൽ കണ്ടെന്ന് പറഞ്ഞാണ് നമ്മുടെ ട്രേഡ് മാർക്ക് പദ്ധതി. ഇപ്പൊ ഇതില് നമ്മള് വേറെ ആരും ചെയ്തിട്ടില്ലല്ലോ വീഡിയോ. ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. ഇവിടുത്തെ അവിടുത്തെ അങ്ങനെ ആരും യൂട്യൂബിൽ ഇടാറില്ല. നമ്മൾ യൂട്യൂബ് അങ്ങനെ അറിയാലോ. അവിടുത്തെ വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം നമുക്ക് തന്നെ ആ ഒരു തിരക്കിനകത്ത് അവിടെ പാടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യൂട്യൂബ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പേരായിട്ട് മാറിക്കോളൂ. അപ്പൊ നിങ്ങൾ ചാനൽ പറഞ്ഞാൽ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ മതി.
അപ്പോൾ സെയില് നമുക്ക് വണ്ടി സെയിൽ ചെയ്യാൻ എങ്ങനെ പരിപാടി? അത്യാവശ്യം വില കൊടുക്കോ? പിന്നെന്താ, മാന്യമായ വില കൊടുക്കും. മാന്യമായ വിലയല്ല, നിങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും കാണിച്ചിട്ട് നമ്മളെ വിളിച്ചാൽ മതി. അപ്പൊ കേരളത്തിൽ ഒരു മിഡ് പ്രീമിയം സെഗ്മെന്റില് നിങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും നോക്കിക്കോ. അല്ലെങ്കിൽ ഇത്രയും വണ്ടി കലൂര് വരത്തില്ലല്ലോ. കലൂരുള്ളത് ഒരു 95% വണ്ടി കസ്റ്റമർ വണ്ടികൾ മാത്രമാണ്. കസ്റ്റമർ വണ്ടികളാണ്. ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെയുള്ള കസ്റ്റമർ ഡയറക്റ്റ് കൊണ്ടുതരുന്ന വണ്ടികളാണ്. അപ്പൊ അതായത് നോർമലി പൊതുവെ പുറത്തിട്ടേക്കാട്ടി വില കൊടുക്കും. ഉറപ്പായിട്ടും കൊടുക്കും. അത്രയും വണ്ടികൾ അവിടെ വരത്തില്ലല്ലോ. ഡെയിലി ഇത്ര അപ്ഡേഷൻ. അത് നിസ്സാര കിലോമീറ്ററുള്ള 1000-2000 കിലോമീറ്ററുള്ള വണ്ടികളാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് വണ്ടി വിൽക്കാനാണെങ്കിൽ സമീപിക്കാം, കൊടുക്കാനാണെങ്കിൽ സമീപിക്കാം, വാങ്ങാനാണെങ്കിൽ സമീപിക്കാം. ഫിനാൻസ് ഓൾ കേരള കിട്ടും. വേറെ എന്തെങ്കിലും പറയാനുണ്ടാവും? വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ജസ്റ്റ് നിങ്ങൾ ഈ വഴി പോവുകയാണെങ്കിൽ മെട്രോ തോണ്ട് നമ്പർ 172 മുന്നിലാണ്. ജസ്റ്റ് കയറി നോക്കിയിട്ട് പൊക്കോ. കയറി നോക്കാം. എന്നിട്ട് ഭാവിയിൽ നിങ്ങൾക്ക് വണ്ടി എടുക്കണമെങ്കിൽ വരാം. ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു ഷോറൂം ഉണ്ടെന്നും ഇഷ്ടംപോലെ വണ്ടിയിലുണ്ടെന്നും പറയാം. നമ്മുടെ പേജിൽ എല്ലാ ദിവസവും അപ്ഡേറ്റ് ഉണ്ടാവില്ലേ? വിൽക്കുന്ന വണ്ടികൾ നമ്മൾ സോൾഡ് ഔട്ട് എന്നും പറഞ്ഞ് ഇടാറുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഈ മാസം എത്ര വണ്ടി വിറ്റെന്ന് പറയാൻ പറ്റുമോ? ഇതുവരെ കൃത്യമായിട്ട് താഴെ ആയിട്ടുള്ളൂ. ഒരു 18-19 വണ്ടി നമ്മുടെ പേജിലുണ്ടാവും. അവിടുത്തെ ഒരു 130 വണ്ടിയെങ്കിലും ആയിട്ടുണ്ടാവും മിനിമം. മൊത്തം ഒരു 150 വണ്ടി വിറ്റു. അതെ അതെ. അവിടുത്തെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. പുതിയൊരു മാർക്കറ്റാണ്, പുതിയ ഷോറൂമാണ്. ഇത് നമ്മൾ മാക്സിമം ഒരു മാസം ഒരു 60 വണ്ടിയൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നു. ഒരു 5-6 മാസം കഴിയുമ്പോൾ നമ്മൾ 100-150 വണ്ടിയിലേക്ക് മാറും. അതിനുള്ള സ്പേസും കാര്യങ്ങളുണ്ട്. കുറച്ചുകൂടെ അവിടുത്തെ തിരക്ക് കുറച്ചുകൂടെ ഒഴിവാക്കാനാണ് മെയിൻ ആയിട്ട് ഇത്രയും വലിയൊരു സ്പേസ് എടുത്തത്. അപ്പൊ ഭാവിയിൽ ഇപ്പൊ പുതിയ ഷോറൂമിനെ കുറിച്ച് ചോദിക്കുന്നില്ല, കാരണം ഇതൊന്നും സെറ്റ് ആയിട്ട് അടുത്ത് തുടങ്ങിയിട്ട് കാര്യമുള്ളൂ. ഇനി ഉണ്ടാവും. അപ്പൊ അതിന്റെ പേര് എലക്സ് മോട്ടോർ 03 അല്ല, ഒരു സസ്പെൻസ് അവിടെ ഉണ്ടാവും. അത് നമുക്ക് ഈ ജില്ലയിൽ തന്നെ, നമുക്ക് വേറെ ജില്ലയിൽ തുടങ്ങാം. ഇവിടെ തന്നെ എറണാകുളത്ത് 2 ഷോറൂമുള്ള ഷോറൂം മുതലാളി എന്ന് വിളിക്കുന്നില്ല, അച്ചു പ്രോയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഓഫറും കാര്യങ്ങളുണ്ട്. പെരുന്നാളിന് ഓഫർ, അത്യാവശ്യം ഡിസ്കൗണ്ട്. നമ്മുടെ ഇപ്പോൾ ആള് പറഞ്ഞ പോലെ ഇന്ന ടൈം പീരീഡ് അല്ല, നമ്മുടെ വീഡിയോ കണ്ട് എപ്പോൾ വന്നാലും ഡിസ്കൗണ്ട് ആണ്. അതായത് ഇവരിട്ടേക്കുന്ന റേറ്റ് നിങ്ങൾക്ക് ഒരു 6 months വരെ നിങ്ങളുടെ വീഡിയോ കണ്ട് വരുന്ന എല്ലാവർക്കും ഒരു 3000 രൂപ ഓഫർ. 6 മാസത്തേക്ക്. 6 മാസം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് നമ്മൾ വേറെ വീഡിയോ ആണെങ്കിൽ പിന്നെ അത് മാറിക്കൊണ്ടിരുന്നോളും. അപ്പോൾ പുതിയ സ്റ്റോക്ക് വരുമ്പോൾ പുതിയ അപ്ഡേഷൻ ആയിട്ട് കാണാല്ലേ? അതെ അതെ, നമുക്കൊരു അടുത്ത മാസം കാണാം. അടുത്ത മാസം കാണാം. മാക്സിമം അടിയിൽ കുറച്ച് വണ്ടിയൊക്കെ നമുക്ക് മാക്സിമം എല്ലാ മാസവും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നമ്മളെ തിരക്കിലാണ്, ആളും തിരക്കിലാണ്. നമ്മളിങ്ങനെ എല്ലാ ജില്ലയിലും കടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ ജില്ലയിലുള്ള ഷോറൂമിൽ നമ്മൾ മാക്സിമം പോകാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇത് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് മറ്റു ജില്ലയും കാര്യങ്ങളൊക്കെ. അപ്പൊ ബൈ കൊടുത്താലോ? അപ്പൊ ബൈ, എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. പെരുന്നാൾ ആശംസകൾ.